തികച്ചും വാസ്തുവിദ്യ അനുസരിച്ച് വടക്ക് ദർശനമായിട്ടുള്ള വീടാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ വസ്തുവിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ശരാശരി 7 മീറ്റർ വീതിയും ഒരു 15 മീറ്റർ നീളമുള്ള വസ്തുവിൽ സുഗമമായി ചെയ്യാൻ പറ്റിയ വടക്ക് ദർശനമായ വീടാണ് നമ്മളെന്ന് പരിചയപ്പെടുന്നത്. അപ്പം നമുക്ക് 4 യോനികളുണ്ട്. അപ്പം ഗജയോനി, സിംഹയോനിയുണ്ട്, ഗജയോനി, വൃഷഭയോനിയുണ്ട്. അപ്പോൾ നമ്മൾ സിംഹയോനിയും ഗജയോനിയും സാധാരണഗതിയിൽ എടുക്കാത്തത് അത് അസുരഗണമായതുകൊണ്ടാണ്. ഈ തരത്തിലുള്ള യോനികൾ അസുരഗണത്തിൽപ്പെട്ടതായതുകൊണ്ടാണ് സിംഹയോനി ഗജയോനി സാധാരണഗതിയിൽ എടുത്ത് പോകാത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏകയോനിയിലെ ഗണിതക്രിയ നടത്തി. ഏകയോനി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണത്വം ഉള്ളത് കൊണ്ടും 4 ദിക്കിലും ഉത്തമമായി ഉപയോഗിക്കാൻ പറ്റിയ ആരൂഢമായിരിക്കും. ഏകദേശം 12 ലക്ഷം രൂപയ്ക്കുള്ളിൽ ഈ വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഭംഗിയായി ചെയ്തു തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീടാണ്. നമസ്കാരം. റിയൽ വാസ്തു കൺസൾട്ടൻസി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വടക്ക് മുഖമായിട്ടുള്ള ഒരു ചെറിയ വീടിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. വടക്ക് മുഖം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പൊതുവെ ഒരു അഭിപ്രായമുണ്ട്, വാതിൽ വടക്കോട്ടിരുന്നാൽ എന്തോ ദോഷമുണ്ട്, അല്ലെങ്കിൽ വാതിൽ തെക്കോട്ടിരുന്നാൽ എന്തോ ദോഷമുണ്ട്. അങ്ങനെയുള്ള കുറേ അഭിപ്രായങ്ങളുണ്ട്. മുഖം എങ്ങോട്ടായാലും മുഖത്തിന് ആനുപാതികമായി പ്രധാന വാതിൽ വരുന്നത് കൊണ്ട് ഒരു വിപത്ത് സംഭവിക്കുന്നില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ പടി ഇറങ്ങുമ്പോൾ, അതായത് വീട്ടിൽ ഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന പടി അറേഞ്ച് ചെയ്യുന്നത് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ അറേഞ്ച് ചെയ്യണമെന്നല്ലാതെ ഈ മുഖം എങ്ങോട്ടിരുന്നാലും വാതിൽ തെക്കോട്ടോ വടക്കോട്ടോ ആയതുകൊണ്ട് ഒരു കാരണവശാലും ഒരു ദോഷവും സംഭവിക്കുന്നില്ല. അങ്ങനെ ഉള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടാണ് യഥാർത്ഥത്തിൽ വരുന്നത്. അപ്പം ഇത് 37 ഗോൾ 16 അങ്കുലത്തിന് ചുറ്റുവരത്തക്ക വിധമുള്ള ഒരു കണക്കാണ് പരിചയപ്പെടുന്നത്. 37 ഗോൾ 16 അങ്കുലം ചുറ്റു വരുമ്പോൾ അതിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് വെറും 378 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 378 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറും അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലും 378. ഏകദേശം വരുന്നത് 757 സ്ക്വയർ ഫീറ്റിൽ 3 കിടക്കമുറിയോട് കൂടിയ ഒരു വീടും അതിനാവശ്യമായ ബാത്റൂമുകൾ, ഹാളുകൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വടക്ക് മുഖമായിട്ടാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. വടക്ക് മുഖമാകുമ്പോഴേക്കും ഏത് ദിശയ്ക്ക് ആനുപാതികമായാലും ഏകയോനി ഉത്തമമായ ഗണിതക്രിയയാണ്. ഏകയോനി എന്നാൽ ബ്രാഹ്മണത്വം ഉള്ളതുകൊണ്ട് ഏകയോനിയിലെ ഗണിതക്രിയ 4 ദിക്കുകൾക്ക് ഉത്തമമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് എടുത്തിരിക്കുന്ന ഏകയോനിയിലെ ഗണിതക്രിയയാണ്. അതിൻ്റെ വ്യയം എന്ന് പറഞ്ഞാൽ ചെലവിനെ ഉദ്ദേശിക്കുന്നത് ഈ വീട്ടിൽ ഉള്ള വരവിൻ്റെ ചെലവുകളാണ്. ഈ വ്യയം ആയം എന്ന് വെച്ചാൽ ഈ ഗണിതക്രിയയുടെ ജാതകത്തിൽ നിന്ന് ഗണിച്ചെടുക്കുന്നതാണ്. ഇതിൻ്റെ വ്യയം 1ഉം ആയം 1.8 വരുന്നത്. ബാല്യനക്ഷത്രമാണ്, ഉത്തമമായ ഗണിതക്രിയയാണ്. അപ്പോൾ ഈ അതിൻ്റെ ദീർഘവിസ്താരത്തെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ദീർഘം വരുമ്പോൾ 13 കോൽ 4 അങ്കുലം, അതായത് മീറ്ററിലേക്ക് വരുമ്പോൾ 9 മീറ്റർ 74 സെന്റിമീറ്ററും, വിസ്താരം വരുമ്പോൾ 5 കോൽ 16 അങ്കുലമാണ്. 5 കോൽ 16 അങ്കുലത്തെ മീറ്ററിലേക്ക് ഡൈവേർട്ട് ചെയ്യുമ്പോൾ 4 മീറ്റർ 18 സെന്റിമീറ്ററാണ്. അപ്പോൾ 974 × 418 നമ്മളിവിടെ പാർട്ടേഷൻ ചെയ്യുന്നത്. വടക്ക് മുഖമായിട്ടാണ് അത്. ഒരു സിറ്റ് ഔട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് ചെറിയ ഹാളിലൂടെ ഡൈനിങ് വരുന്നുണ്ട്. ഡൈനിങ് ധനുരാശിയിലാണ് നമ്മൾ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ഉത്തമമായിട്ട് വരുന്ന ഒരു ഗണിതക്രിയയാണ് ഈ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കന്നിപഥത്തിൽ കിടക്കമുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്, സ്റ്റെയർ കേസും കൊടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ഫ്ലോറിലും അതേപോലെ തന്നെയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസ് വഴി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 2 കിടക്കമുറി അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് ബാൽക്കണിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കിടക്കമുറിയുടെ അളവിന് നോക്കിക്കഴിഞ്ഞാൽ 378 × 307 പ്രധാന കിടക്കമുറിയായി താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ കിടക്കമുറി. അതിന് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഈ ബാത്റൂമിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 120 × 130. അടുക്കളയുടെ അളവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 238 × 300. ഒരു ചെറിയ സിറ്റ് ഔട്ട് നമ്മളവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 120 × 120. അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലെ കിടക്കമുറി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലെ കിടക്കമുറിക്ക് അതേ മെഷർമെൻ്റാണ്. 378 × 307. രണ്ടാം നിലയിലെ കിടക്കമുറി അത് കന്നിപഥത്തിൽ തന്നെയാണ് വരുന്നത്. അതിന് താഴത്തെ പോലെ തന്നെ അറ്റാച്ച്ഡ് കൊടുത്തിട്ടുണ്ട്. 120 × 130. പിന്നെ ടോപ്പിൽ വരുന്ന കിച്ചൻ്റെ ഭാഗത്താണ് അടുത്ത കിടക്കമുറി ചെയ്തിരിക്കുന്നത്. അത് 238 × 300. അതിൽ ബാൽക്കണി സിറ്റ് ഔട്ടിൻ്റെ പോർഷൻ കുറച്ച് കട്ട് ചെയ്തിട്ട് 120 × 130 ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ
378 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറിലും അതേ മെഷർമെന്റ് 378 ഫസ്റ്റ് ഫ്ലോറിലുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഏരിയ വരുന്നത് 757 സ്ക്വയർ ഫീറ്റിൽ 3 കിടക്കമുറി, ഡൈനിങ് ഉണ്ട്, സ്റ്റെയർ കേസ് ഉണ്ട്. എല്ലാ മുകളിലത്തെ 2 കിടക്കമുറികൾക്ക് അറ്റാച്ച്ഡ് ആയിട്ടാണ് താഴത്തെ കിടക്കമുറിക്കും അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഈ പ്ലാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വടക്കു മുഖമായിട്ട് വരുന്ന 378 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറും അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ 378 സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ 757 സ്ക്വയർ ഫീറ്റിൽ 3 കിടക്കമുറിയോട് കൂടിയ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു സാധാരണക്കാരന് വെറും 1.5 സെന്റിനുള്ളിൽ സുഖമായി ചെയ്തു തീർക്കാൻ പറ്റിയ ഒരു വീടാണ്. അപ്പോൾ ഈ പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.